إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الإخوان والأخوات أوصيكم عباد الله ونفسي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس إنا خلقناكم من نفس واحدة وخلق منا زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. وهم يستريحون فيها ربنا أخرجنا نعمل صالحا غير الذي كنا نعمل أولم نؤمركم ما يتذكر فيه من تذكر وجاءكم نذير فذوقوا فما للظالمين من نصير. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തം ശരീരത്തിറന്നതുപോലെ നിങ്ങളോട് ഞാൻ ആദ്യമായി ഉപദേശിക്കുകയാണ്. അള്ളാഹുവിൻ്റെ എല്ലാ കൽപ്പനകളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ച് തഖ്വ ഉള്ളവരായി ആഖിബത്ത് നന്നായി മരിക്കുവാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, അല്ലാഹു തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് ആയുസ്, ആരോഗ്യം, സമ്പത്ത്, വിദ്യാഭ്യാസം, ഇങ്ങനെ പോകുന്നതിൻ്റെ പട്ടിക. ആയുസ് വലിയ ഒരു അനുഗ്രഹമാണ് കേട്ടോ. വെറും ആയുസ് ഉണ്ടായിട്ട് കാര്യമില്ല, ആഫിയത്തോട് കൂടിയുള്ള ആയുസ് വേണം. അതുകൊണ്ടേ കാര്യമുള്ളൂ. അതാണ് നമസ്കാരത്തിൻ്റെ റൂഹ് ഇടയിലുള്ള യുദ്ധത്തിന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പക്ഷെ ഇവിടെ അവസാനം ആഫിനി, എനിക്ക് ആരോഗ്യം തരണേന്നാണ്. അത് നമ്മൾ ഇടയിലത്തയത്തിൻ്റെ ആ ഇടയിലെ യുദ്ധത്തിന് നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. അത് വലിയതായ ഒരു ചോദ്യം അതാണ് ചോദിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ സമസ്ത കാര്യങ്ങൾ ചോദിക്കുന്നു. അപ്പോൾ അവസരത്തിൽ എനിക്ക് പുറത്തു തരണം, ഒരഹമ്യ തരണം ചെയ്യണേ, വലിയ അങ്ങനെ പരിഹരിക്കണേ. റബ്ബി ഔഫിർലി വർഹംനി വർസുഖ്നി വഹ്ദിനി വഅഫിനി
എനിക്ക് റിസ്ക് തരണേ, ഭക്ഷണം തരണേ, ആഫിയത്ത് തരണേ, ഹിദായത്ത് നൽകണേ, എല്ലാ കാര്യങ്ങളും അതിൽ ചോദിക്കുന്നുണ്ട്. അവസാനം പറയുന്നത് ആഫിനി, എനിക്ക് ആയുസ് നൽകണം, എനിക്ക് ആഫിയത്ത് നൽകണേ, ആരോഗ്യവും ആയുസ്സും. അത് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. നമ്മുടെ കൂടെ ജനിച്ചവരും നമ്മുടെ കൂടെ കളിച്ച് പഠിച്ച് വളർന്നവരും പലരും ഇനി നമ്മുടെ കൂട്ടത്തിലില്ല. അവർക്ക് ആയുസ് കുറച്ചേ കൊടുത്തുള്ളൂ. അതേസമയത്ത് നമ്മുടെ കൂടെ ജീവിക്കുന്നവർ ഇപ്പോഴും ഉണ്ടാവാം. ആസ്പത്രിയിൽ കിടക്കുന്നവരും വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്തതും ബെഡിൽ കിടക്കയിൽ രാജ്യമായിട്ട് നിർബന്ധമായി എഴുന്നേൽക്കാൻ പോലും കിടക്കാത്തവരും ഉണ്ടാവും. അള്ളാഹു അത്തരക്കാലത്തോട്ടും നമ്മളെ കാത്തുരക്ഷിക്കുമാറാട്ടെ. അങ്ങനത്തെ രോഗികൾ ഉണ്ടെങ്കിൽ അവർ വിശ്വാസിക്കട്ടെ, നമുക്ക് സന്തോഷമായി പ്രാർത്ഥിക്കാം. അപ്പൊ അള്ളാഹുവിന്റെ കൽപ്പനകളും ആ ആജ്ഞകളും ജീവിതത്തിൽ നമ്മൾ പകർത്തണം. ഒരു വർഷം കഴിഞ്ഞു, പുതിയൊരു വർഷം, ഹിജറ വർഷത്തിന്റെ തുടക്കത്തിലാണ് നമ്മളെല്ലാവരും. തങ്ങളുടെ കൽപ്പനക്ക് വിധേയമാവാത്ത, ആ തക്ക സമയത്ത് പ്രവർത്തിക്കാത്ത 2-3 സഹാബികൾക്ക് സംഭവിച്ച, ഈ ലോകത്ത് സംഭവിച്ച പാളിച്ചകൾ, പാകപ്പിഴവുകളെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് നാളെ നമ്മൾ പരലോകത്ത് ചെല്ലുമ്പോൾ അത്തരത്തിലുള്ള ഒരു വീഴ്ച നമ്മളേക്ക് സംഭവിച്ചാൽ നമ്മൾ അള്ളാഹുവിനോട് പറയുന്ന മറുപടിയെ കുറിച്ചാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഹിറ 8-ാം വർഷത്തിലുണ്ടായ ഒരു യുദ്ധമാണ് തബൂക്ക് യുദ്ധം. 2-ാം വർഷമുണ്ടായ യുദ്ധമാണ് ബദർ യുദ്ധം. 3-ാം വർഷമുണ്ടായ യുദ്ധമാണ് ഉഹദ് യുദ്ധം. അങ്ങനെ കുറെ യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഒതുവത്തുകളും ശരിയകളും ഉണ്ടായിട്ടുണ്ട്. തബൂക്ക് യുദ്ധം തങ്ങൾ നേരത്തെ സഹാബികളൊക്കെ വിളിച്ച് പറഞ്ഞു. ഭയങ്കരമായ ചൂടും ഉഷ്ണമുള്ള ഒരു കാലത്തായിരുന്നു. മറ്റേ തങ്ങൾ യുദ്ധമുണ്ട്, എല്ലാവരും തയ്യാറാവണമെന്നാണ് പറയാറ്. എന്നാൽ അന്ന് അങ്ങനെയല്ല പറഞ്ഞത്. തെബൂക്കിൽ റോമൻ സൈന്യം 30,000-ഓളം വരുന്ന റോമൻ സൈന്യം മദീനയെ ആക്രമിക്കാൻ വേണ്ടി തെബൂക്കയിൽ വന്ന് നിന്നിട്ടുണ്ട്. അവർ ക്യാമ്പ് അടിച്ചിട്ടുണ്ട്. അവർ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് അവിടെ ചെല്ലണം, അവർ തടുക്കണം. ഇന്ന ദിവസം ഇന്ന സമയത്ത് എല്ലാവരും പുറപ്പെടണമെന്ന് തങ്ങൾ പ്രത്യേകമായി പറഞ്ഞു. സഹാബികൾ എല്ലാവരുമായി ചെവിക്കൊണ്ടു, എല്ലാവരും തയ്യാറായി. 3 സഹാബികൾക്ക് വീഴ്ച പറ്റി. അതിൽ മഹാനായ സഹാബി കഅബ് ബിൻ മാലിക്കായിരുന്നു. അദ്ദേഹത്തിന് എല്ലാ നിലക്കുള്ള സാമ്പത്തികവും ശാരീരികവും മാനസികവുമായ കഴിവ്. ഏത് കാര്യത്തിൽ നമുക്ക് ആവശ്യം? ശാരീരിക, മാനസികം. സാമ്പത്തികം എന്ന 3ാമത്തെ ഘടകമാണ് കേട്ടോ. ശാരീരികമായ കഴിവ്, മാനസികമായ കഴിവ്, പിന്നെ അതിലേക്ക് മുതൽക്കൂട്ടാണ് സാമ്പത്തികം. ഇതെല്ലാം ഉള്ളവരായിരുന്നു ഇവർ 3 പേരും. അവർ ചെയ്യാമെന്ന് വിചാരിച്ചു, പോകാമെന്ന് വിചാരിച്ചു. കഅബ് ബിൻ മാലിക് 2 വാഹനങ്ങളെ വാങ്ങി നിർത്തി. തങ്ങൾ എന്ത് പറഞ്ഞു? ഇന്ന സമയത്ത് ഇന്ന ഡേറ്റിന് എല്ലാവരും മദീനത്തോട് പള്ളിയോട് എത്തിക്കോണം, നമുക്ക് പോകണം, തബൂക്കിലേക്ക് പോകണം. കഅബ് ബിൻ മാലിക് പറയുന്നു, ഞാൻ എല്ലാ ദിവസവും തയ്യാറാവും, വാഹനങ്ങളൊക്കെ വാങ്ങി അതിന്റെ തയ്യാറെടുപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. ചുരുക്കി കൊണ്ടുപോയി കേട്ടോ. അങ്ങനെ തങ്ങളും സഹാബത്തും തബൂക്കിലേക്ക് അങ്ങോട്ട് പോയി. തങ്ങളുടെ കൽപ്പനക്ക് നമ്മൾ മുഖ്യ പ്രവൃത്തി കൽപ്പിക്കണം. അവർ ചെയ്തതാണ്. ഒരു പ്രാമാണികതയ്ക്ക് നല്ലൊരു സ്ഥാനം നൽകാതെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ ലോകത്തിൽ തന്നെ അതിൻ്റെതായ പാകപ്പിഴവില്ല പലത് അനുഭവിക്കേണ്ടി വന്നു. കഅബ് ബിൻ മാലിക് വന്നപ്പോഴേക്കും നബിയും സഹാബത്തും എല്ലാവരും പോയിരിക്കുന്നു. കഅബ് മദീനത്ത് നോക്കുമ്പോൾ കുറച്ച് ആരോഗ്യമില്ലാത്ത ബലഹീനരും മുനാഫിക്കീങ്ങളും യഹൂദികളും മാത്രമാണ് ഉള്ളത്. ബാക്കിയുള്ളവരൊക്കെ പോയിരിക്കണം. കഅബ് വിചാരിച്ചു, ഇവിടെ ശ്രദ്ധയിൽ ഞാൻ പെടുകയില്ല എന്ന് വിചാരിച്ചു. പക്ഷേ തങ്ങളാവട്ടെ ആദ്യമായിട്ട് തന്നെ തെബൂക്കിൽ ചെന്ന ഉടനെ തന്നെ ലിസ്റ്റ് എടുത്തു, കണക്കെടുത്ത് നോക്കി. അപ്പോൾ കഅബിനെ കാണുന്നില്ല. കഅബാണെങ്കിൽ നല്ലൊരു സഹാബിയാണ്, കവിയാണ്, കഴിവുള്ളവനാണ്, ആരോഗ്യമുള്ളവനാണ്. തങ്ങളെ കുറിച്ച് മതമൊക്കെ പാടുന്ന ഒരാളായിരുന്നു. തങ്ങൾ ചോദിച്ചു, മാതാവാക്കായ കഅബിന് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു. അപ്പോൾ ഇവിടുത്തെ ഒരു സഹാറാൾ പറഞ്ഞു, നബിയ കഅബ് ഇപ്പൊ പഴയ മായൊന്നുമല്ല, ഇതിനോടൊന്നും താല്പര്യമില്ല എന്നാണ്. ഒരാളെ പറ്റിയിട്ട് അഭാവത്തിൽ തങ്ങൾ ചോദിച്ചപ്പോൾ അവനെ പറ്റിയ ആ ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഒരാളെ കൂടി 10 ആളുകളുടെ സദസ്സിൽ വെച്ച് ഒരാളെ കുറിച്ച് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അയാളെ പറ്റി പരദൂഷണം പറയുവാനോ അയാളെ തേജബോധം ചെയ്യുവാനോ അവസരം നമുക്ക് ഉപയോഗപ്പെടുത്താൻ പാടില്ല. അതും ഈ കഥയിൽ മനസ്സിലാക്കേണ്ടത്. ഇയാൾ പറഞ്ഞേക്ക് പറഞ്ഞു, ഭീഷമാ കുത്ത, നീ പറഞ്ഞത് ശരിയല്ല. അവര് നബിയെ
നിങ്ങൾ പറഞ്ഞ അയാൾ പറഞ്ഞ ശരിയല്ല. അദ്ദേഹം എല്ലാത്തിനുപരിയായിട്ട് എല്ലാ സൗകര്യങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷെ എന്തേ സംഭവിച്ചു എന്ന് അറിയുകയില്ല. അതുകൊണ്ട് അയാൾ മോശക്കാരനാണെന്ന് മാർക്കിടാനോ സർട്ടിഫൈ ചെയ്യാനോ പാടില്ല എന്ന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ചുരുക്കിക്കൊണ്ടുവരുന്നു കേട്ടോ. യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്നു, മദീന പള്ളിയിൽ വന്നു. അങ്ങനെ മദീന പള്ളിയിൽ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അടുത്ത് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പതിവ് പ്രകാരം പള്ളിയിൽ നമസ്കരിച്ചു, സുന്നത്ത് നമസ്കരിച്ച് തങ്ങളെ ഭാര്യമാരെയും കുടുംബകാര്യത്തെ അന്വേഷിച്ച് പള്ളിയിൽ വന്നിരുന്നു. എല്ലാവരും വരുന്നു. കഅബ് ബിൻ മാലിക് സലാം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സലാം അടക്കിയില്ല. എന്ത് സംഭവിച്ചു പറഞ്ഞു. എന്തൊക്കെ വീഴ്ചകൾ സംഭവിച്ചു പറഞ്ഞു. ഞാൻ എന്നെ ചോദ്യം ചെയ്യുന്നതും ഞാൻ ഇപ്പോൾ മുമ്പിൽ നിൽക്കുന്നതും താങ്കളുടെ മുമ്പിൽ അല്ലായിരുന്നുവെങ്കിൽ ഞാൻ കളവ് പറയും. ഞാൻ കളവ് പറഞ്ഞാൽ ആ സമയത്ത് തന്നെ അള്ളാഹുവിന്റെ വഴി വരും. അത് ഞാൻ കളവാണെന്ന് പറയും. നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ഞാൻ കളവ് പറയുന്നില്ല. എന്റെ അടുക്കൽ വന്ന വീഴ്ചയാണ്. പ്രവാചകരെ, അങ്ങയുടെ പ്രഖ്യാപനത്തിന് വേണ്ടുന്ന രൂപത്തിലുള്ള പ്രാധാന്യം കൊടുക്കാതിരിക്കൽ എന്റെ ഭാഗത്തു നിന്നും വീഴ്ചയാണ്. അതുകൊണ്ട് ഞാൻ വളരെ പശ്ചാത്താപിക്കുന്നു, ഖേദിക്കുന്നു. വലിയ വീഴ്ചയാണ് സംഭവിച്ചത്. ഇങ്ങനെ വേറെ ആരെങ്കിലും ഉണ്ടോ? രണ്ടുപേര് വേറെയുണ്ട്, ഹിലാലും മുറാദത്തും. 3 പേരും മോശക്കാരല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരൊറ്റ ഓർഡറാണ്. അള്ളാഹു അവരെ പറ്റി തീരുമാനം ഉണ്ടാക്കുന്നത് വരെ ഈ 3 ആളോടും ഒരു സംഭാഷണം സഹകരണം പാടില്ല. മഹലിൽ നിന്നാണ് പുറത്താക്കുക. പണ്ട് അങ്ങനെ സെൽഫി പ്രസ്ഥാനം ഉണ്ടാകുമ്പോൾ ഒരുത്തൻ സെൽഫി ആയി കഴിഞ്ഞാൽ അവരെ സുന്നികളൊക്കെ കൂടി പുറത്താക്കുന്ന രീതി ഉണ്ടായിരുന്നു. അതിനൊന്നും സന്ദർഭമായി പറയുന്നതെന്ന് മാത്രം. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു? അവരോട് ഭ്രഷ്ട് കൽപ്പിച്ചു. നിങ്ങളെ കുറിച്ച് അള്ളാഹു ഒരു തീരുമാനമെടുക്കുന്നത് വരെ ആരും ഇവരോട് ഇടപെടരുതേ, മിണ്ടരുതേ. പള്ളിയിൽ വരും, സലാം പറയും, ആരും സലാം അടക്കൂല, നിസ്കരിച്ചു പോകും. വീട്ടിൽ ഇരുന്ന് കൊണ്ട് തൗബ ചെയ്ത് കരഞ്ഞിരിക്കണം കേട്ടോ. യുദ്ധത്തിന് പോകാൻ സമയത്തെത്താത്തത് കൊണ്ടാണ് കേട്ടോ. തൗബ ചെയ്ത് ഈ 3 പേരും കരഞ്ഞിരിക്കുകയാണ്. പള്ളിയിൽ ചെന്നാൽ മിണ്ടാനാളില്ല, റോഡിലിറക്കാൻ മിണ്ടാനാളില്ല. അങ്ങനെ 40 ദിവസം കഴിഞ്ഞപ്പോൾ ഇവർ കേൾച്ചുകൊണ്ടിരിക്കുന്നു. 40 ദിവസം കഴിഞ്ഞ വേറെ റോഡ് ഭാര്യമാരോട് സാഹസിക്കാൻ പാടില്ല, സമീപിക്കാൻ പാടില്ല. ഇതും കേട്ടപ്പോൾ വിഷമമായി. മുറാദത്തിന്റെ ഭാര്യ എന്നിട്ട് പറഞ്ഞു, എൻ്റെ ഭർത്താവിന് ശാരീരികമായ ബന്ധത്തിനും താല്പര്യമില്ല, ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തൂടെ? ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വേറൊന്നും പാടില്ല. അങ്ങനെ അതും ഓർഡർ ഇട്ടു. അങ്ങനെ 50 ദിവസം കഴിയുന്നത് വരെ ഇവർ ദുഃഖിച്ച് വിഷമിച്ച് ഇരിക്കുകയാണ്. 50 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഓർഡർ വന്നത്. അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വഴി വന്ന കഥ സൂറത്ത് തൗബയിലെ 9-ാമത്തെ അധ്യായത്തിന് 117, 18, 19 ആയത്തുകൾ നിങ്ങൾക്ക് ഓതിയാൻ കഴിയും കേട്ടോ. ഇവരെ വിഷമം, ഇവര് 3 പേര് പിന്മാറി നിന്നു, യുദ്ധത്തിന് പിന്മാറി. ഈ ഒറ്റ കാരണം കൊണ്ട് അവർക്ക് ഭൂമി കുടിശായി. അവർക്ക് വിശാലമായ ഭൂമി അവർക്ക് കുടിശായി മാറി. എങ്ങനെ വിശാലമായ ഭൂമി എങ്ങനെയാണ് കുടിശാവുക? മിണ്ടാനാളില്ല, സംസാരിക്കാനാളില്ല. അപ്പോൾ വിശാലമായ ഭൂമി കുടിശായി, മനസ്സ് കുടിശായി. അങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ആയത്തിറങ്ങിയപ്പോൾ കഅബ് ബിൻ മാലിക്കിന്റെ സഹോദരൻ സുഹൃത്ത് ഒരു മലയുടെ മുകളിൽ കയറി വിളിച്ചു പറഞ്ഞു, യാ കഅബ് അബ്ശിർ അബ്ശിർ, സന്തോഷിക്കുക സന്തോഷിക്കുക. എല്ലാവരും കൂടി വന്ന് കഅബിനെ ആശീർവാദിച്ചു, സന്തോഷം പങ്കിട്ടു. കഅബ് പറയുന്നു, ഞാൻ അപ്പോൾ തന്നെ അല്ലാഹുവിന് നന്ദിയുടെ സുജൂദ് ചെയ്തു. നമുക്കൊരു വിപത്ത് നേരിട്ടാൽ അത് നീങ്ങിക്കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ചെയ്യേണ്ടതാണ്. കഅബ് ഇവർ 3 പേരും അള്ളാഹ്ക്ക് ശുക്രിന്റെ സുജൂദ് ചെയ്യും. അവർ ചെയ്ത തെറ്റെന്താണ്? സമയത്ത് യുദ്ധത്തിന് പോകാൻ എത്തായിരുന്നാണ് കേട്ടോ. എല്ലാം കൊണ്ടും ചെലവഴിച്ചിരുന്ന ആളായിരുന്നു. അത് മാത്രമല്ല, കഅബ് പറഞ്ഞു, നബിയെ, ഈ സന്തോഷത്തിന് ഞാൻ അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യുന്നതോടൊപ്പം എൻ്റെ സമ്പത്ത് മുഴുവനും ദീനിലേക്ക് ചെലവഴിക്കുന്നു. സമ്പത്ത് മുഴുവനും ദീനിലേക്ക് ചെലവഴിക്കുന്നു. അപ്പൊ നബി പറഞ്ഞു, നിങ്ങൾ മുഴുവൻ ചെലവഴിച്ചാൽ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടേ? അപ്പൊ നമ്മുടെ ഭാര്യയ്ക്ക് വേണ്ടി മുഴുവൻ ദീൻ ചെലവഴിക്കാൻ പാടില്ല. നമ്മുടെ മക്കളും കുടുംബങ്ങളും കണ്ടെത്തുന്നതിന് പോയിന്റ്. വിഷമത്തിന് അള്ളാഹു തആല അയറ്റി തന്നാൽ അള്ളാഹ്ക്ക് ശുക്രിന്റെ സുജൂദ് ചെയ്യുക, അത് മറ്റൊരു പോയിന്റ്. അപ്പോൾ കഅബ് പറഞ്ഞു, ഹൈബറിൽ നിന്ന് കിട്ടിയ എനിക്ക് കുറച്ച് ഇനിയുണ്ട്, അത് ഞാൻ അവിടെ വെച്ച് കൊള്ളാം. അങ്ങനെ ഈ 3 പേരുടെയും കാര്യങ്ങൾ അള്ളാഹു തആല പശ്ചാത്താപത്തെ അള്ളാഹു തആല സ്വീകരിച്ച വിവരം പരിശുദ്ധ ഖുർആനിൽ പറയുന്നു. ലഖദ് താബല്ലാഹു നബി
നബിയുടെ മുഹാജിരികൾ അൻസാരികൾ ഇവരൊക്കെ വിഷമാവസ്ഥയിലൊക്കെ നബിയെ പിന്തുടരുന്ന ആൾക്കാരായിരുന്നു. കുറഞ്ഞ എന്തൊരു മനസ്സിലൊരു വളരെ തിരക്കം തെറ്റി, അങ്ങനെ അവരേക്ക് ഒരു പാഴ്ച സംഭവിച്ചതൊക്കെ അള്ളാഹു താല സുമ്മത്താവരെയും അവരുടെ പാവങ്ങൾ അള്ളാഹു താല പുറത്തു കൊടുത്തിരിക്കുന്നു. അതുപോലെ പ്രത്യേകമായിട്ട് ഈ 3 പേരുടെ കാര്യങ്ങൾ എടുത്തു പറഞ്ഞു. കാര്യം പറയുന്നു, ഞാൻ അങ്ങാടിയിലൂടെ ദുഃഖിച്ച് വിഷമിച്ച് നടക്കുന്ന സമയത്ത് ഗസാൻ ചക്രവർത്തി ആള് ഒരു ദൂതൻ വന്നിട്ട് കായബിനെ തെരഞ്ഞു നടക്കുന്നു. ആ സമയത്ത് കായബ എന്നെ ആരെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. അപ്പോൾ എനിക്കൊരു എഴുത്ത് തന്നു. ആ എഴുത്ത് ഞാൻ വായിച്ചു നോക്കുമ്പോൾ താങ്കളുടെ പ്രവാചകൻ, താങ്കളുടെ നേതാവ് നിങ്ങളെ ഒഴിവാക്കിയിരിക്കാണില്ലേ, ബഹിഷ്കരിച്ചിരിക്കാൻ, പാർട്ടിക്ക് പുറത്താക്കിയിരിക്കാണില്ലേ. അതുകൊണ്ട് താങ്കൾ ഒരിക്കലും വിഷമിക്കേണ്ട ആവശ്യമില്ല, താങ്കൾക്ക് എല്ലാവരും സൗകര്യങ്ങളും ഞങ്ങൾ ചെയ്തു തരാം, ഞങ്ങളെ കൂട്ടത്തിലേക്ക് വരൂ എന്ന് പറഞ്ഞു. ആ കത്ത് കായബ എന്ത് ചെയ്തു? ആ കത്ത് വായിച്ചിട്ട് ഇഷ്ടറകത്തെ സിദ്ധമാണ്, പിന്നെ തീയിട്ട് കത്തിച്ചിട്ട് പറഞ്ഞു, ഇത് മറ്റൊരു പരീക്ഷണമാണ്, ഒന്ന് പോകാത്തതൊരു പരീക്ഷണം, ഇത് എന്നെ ചാവിട്ട് പിടിക്കുക, ക്രൈസ്തവരാണ് വിളിക്കുന്നത്. അള്ളാഹു ശരണം തേടി ആ എഴുത്ത് അടുപ്പിട്ട് കത്തിച്ച് കളഞ്ഞു. അങ്ങനെ അതിന് രക്ഷപ്പെട്ടു. അവസാനം അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് വഴി വന്നു. അവരുടെ പാവങ്ങൾ പുറത്തു കൊടുത്തിട്ടുണ്ട്. ചെയ്ത പാവം എന്താണ്? തങ്ങളുടെ കൽപ്പന സ്വീകരിക്കാതെ യുദ്ധത്തിന് പോകാതെ സമയത്തെത്താതിരുന്നാണ് കേട്ടോ. സത്യത്തിൽ മനസ്സിലാക്കുക. നമ്മുടെ ഭാഗത്തുനിന്ന് അങ്ങനെ എത്തരത്തിലുള്ള പാളിച്ചകളും തെറ്റുകളൊക്കെ സംഭവിക്കുന്നുണ്ടാവാം എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഇതിപ്പോ ഈ ഭാഗത്ത് ഈ ലോകത്ത് സംഭവിച്ച നമുക്കൊക്കെ അല്ലാഹു തആല പല ആയുസ്സും ആരോഗ്യം തന്നു. ഒരു വർഷം കഴിഞ്ഞു, മറ്റൊരു വർഷത്തെ നമ്മൾ സ്വാഗതം ചെയ്യാൻ പോകുന്നു. നമ്മൾ എന്തൊക്കെ സൽക്രമങ്ങൾ ചെയ്തു, നമ്മുടെ ഭാഗത്തിൽ പാഴ്ചകൾ സംഭവിച്ചു, അത് നിങ്ങൾ കണക്ക് കൂട്ടുക കേട്ടോ. ഞാൻ നിങ്ങളെ ശ്രദ്ധയിലേക്ക് ക്ഷണിക്കുന്നു. എന്ന് പറഞ്ഞാൽ നരകവാസികൾ ആ നരകത്തിൽ കടന്ന് അട്ടഹസിക്കുന്നു, നിലവിളിക്കുന്നു, ബഹളം വെക്കുന്നു. എന്തിന്? അവർ വിചാരിച്ചു നരകീയ ശിക്ഷ കുറച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെടുന്നത്. പക്ഷേ അത് നീണ്ടു പോവുകയാണ്. രക്ഷപ്പെടുന്നതിന് മാർഗവും കാണുന്നില്ല. റബ്ബന, അവര് പ്രാർത്ഥിക്ക, റബ്ബന, നരകത്തിൽ നിന്ന് നരകവാസികൾ പ്രാർത്ഥിക്കാൻ കേട്ടോ. റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, അഖ്രിജ്നാ, ഈ നരകത്തിൽ ഞങ്ങൾ രക്ഷപ്പെടുത്തിക്കൊണ്ട, നഅമലു സാലിഹൻ, ഞങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്യാം. ഓരല്ലത് ഈ കുഞ്ഞാനാമൽ ഇതുവരെ ചെയ്യാത്തത്, ഇതുവരെ പള്ളിയിൽ നിന്ന് ഈ നരകത്തിൽ വരുന്നത് വരെ പള്ളിയിൽ നിന്ന് വാക്ക് കേട്ടാൽ നമസ്കരിക്കാൻ പോയിരുന്നില്ല. നോമ്പ് റമദാൻ മാസം വന്നാൽ കഴിവുണ്ടായിട്ട് നോമ്പനുഷ്ഠിച്ചിരുന്നില്ല. സത്യവിശ്വാസികൾ തീർച്ചയായും വിജയിച്ചിരിക്കുന്നു. അവർ അവരുടെ നമസ്കാരങ്ങളിൽ ബലഭക്തന്മാരാണ്. നമസ്കാരത്തിന് വലിയ സ്ഥാനമാണ് ഇസ്ലാമിൽ. ആദ്യമായിട്ട് ഖിയാമത്ത് നാളിൽ അല്ലാഹു തആല വിചാരണ ചെയ്യുന്നത് അസ്സലാം. നമ്മളത് മാത്രം പറയുന്നുണ്ട്, സമയമല്ല. നമസ്കാരത്തെ കുറിച്ചാണ്. ആ ഫൈനൽ ഇതാ അഞ്ച, അതിൽ നിന്ന് വിജയിച്ചാൽ മറ്റുള്ളതെല്ലാം സ്വീകരിച്ചു. അപ്പൊ കുഞ്ഞാനാകുമ്പോഴോ ഇതുവരെ ഞങ്ങൾ നമസ്കരിച്ചിട്ടില്ല, ഒരു സൽക്രമങ്ങളും ചെയ്തിട്ടില്ല. സൽക്രമങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ സൽക്രമം ഉദാഹരിച്ചു തന്നു എന്ന് മാത്രം. ഒരല്ലത് ഈ കുഞ്ഞാനാകുമ്പോഴും ഇതുവരെ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ചെയ്യാം. പള്ളിയിൽ വാക്ക് കേട്ട് നമസ്കരിക്കാൻ പോവാം, സക്കാത്ത് കൊടുക്കാൻ, എന്റെ കഴിവിന്റെ പരമാവധി അല്ലാഹുവേ എനിക്ക് ചെയ്ത അനുഗ്രഹത്തിൽ എന്തെല്ലാം ഞാൻ ചെയ്യാറുണ്ടോ ആ സൽക്കർമ്മങ്ങളൊന്നും ചെയ്യാത്തതിന്റെ പേരിൽ നരകത്തിൽ കടന്ന ശിക്ഷ അനുഭവിക്കുകയാണ്. അതുകൊണ്ട് ഈ നരകത്തിൽ രക്ഷപ്പെടുത്തി തന്നാൽ ഇനി ഞാൻ എല്ലാവരും ചെയ്യാം, എന്റെ കയ്യിൽപ്പെട്ട എല്ലാ സൽക്കർമ്മങ്ങളും ഞാൻ ചെയ്യാം. അതുകൊണ്ട് എന്നെ രക്ഷപ്പെടുത്തിക്കൊണ്ട, ഞങ്ങളെ രക്ഷപ്പെടുത്തിക്കൊണ്ട എന്ന് നരകത്തിൽ കടന്ന് അട്ടഹസിച്ച് ബഹളം വെച്ച് കരയുമ്പോൾ ഓരല്ലീ കുഞ്ഞാൻ അമൽ. അപ്പോൾ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് അള്ളാഹു പറയും, മാത്രം പറഞ്ഞ അവസാനിപ്പിക്കും. നിങ്ങൾക്ക് ഇനി നരകത്തിൽ നിന്ന് ഈ ലോകത്തേക്ക് രക്ഷപ്പെടണം, മടക്കം വേണമെന്നോ. എത്ര കാലം ജീവിച്ചു? 60 വയസ്സ് വരെ ജീവിച്ചു, 61 വയസ്സ് വരെ ജീവിച്ചു. അതാണ് അവർ എന്ന് പറഞ്ഞാൽ മുഫസ്സിറുകളൊക്കെ പറയുന്നു അത് 60 വയസ്സാണ്. 63 വയസ്സാണ് തങ്ങൾ 63 വയസ്സ് വരെ ജീവിച്ചത്. അതുപോലെ സിദ്ദീനാമൻ അത്
അവൻ അമ്മിറക്കുമെന്ന് പറഞ്ഞാൽ സിദ്ധീന സന 60 വയസ്സ് 63 വയസ്സ്, അങ്ങനെ പല റിപ്പോർട്ടുകളും ഉണ്ട്. ഏതായാലും നിങ്ങൾക്ക് അതിന് ആയുസ് തന്നില്ലേ, അവൻ അമ്മിറക്കും, ഞാൻ നിങ്ങൾക്ക് ആയുസ് തന്നില്ലേ. ചിന്തിക്കുന്നവർക്ക് ചിന്തിക്കാൻ ആവശ്യമായ, പഠിക്കുന്നവർക്ക് പഠിക്കാൻ ആവശ്യമായ, പ്രവർത്തിക്കുന്നവർക്ക് അതിനാവശ്യമായ സമയങ്ങൾ തന്നു. അവൻ അമ്മിറക്കുമായി അത് മാത്രമല്ല മുന്നറിയിപ്പുകാരും വന്നു. ആരാ മുന്നറിയിപ്പുകാരൻ? അമ്പിയാക്കൾ. പിന്നാരാണ്? ഉലമാക്കൾ. അതും കഴിഞ്ഞാൽ സാധാരണ കുത്തുബകളും ഒക്കെ കേട്ട് നമ്മളെ ചെവിയുടെ തയമ്പ് പിടിച്ചിട്ടും വേണ്ടതുപോലെ നമ്മൾ പ്രവർത്തിച്ചില്ല. അവർ നിങ്ങൾ ആസ്വദിക്കുക, അനുഭവിക്കുക. അക്രമികൾക്ക് ഇന്ന് ഒരു സഹായവും ഇല്ല, നിങ്ങൾ ഈ ശിക്ഷ അനുഭവിച്ചേ പറ്റൂ. അപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ അത്തരത്തിലൊരു അവസ്ഥ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ നമുക്ക് അല്ലാഹു നൽകിയ ആയുസ്സിനെ, ആരോഗ്യത്തിന്, നമ്മൾ കഴിഞ്ഞ ഒരു വർഷം കഴിഞ്ഞു, അങ്ങോട്ടൊന്ന് ചിന്തിച്ചു നോക്കുക. നമ്മുടെ കൂട്ടത്തിലുള്ളവർ എത്ര പേരുണ്ട്? എത്ര രോഗിയായി കിടക്കുന്നവരുണ്ട്? എത്ര ആൾ മരിച്ചു പോയിട്ടുണ്ട്? നമ്മളിപ്പോഴുണ്ട്. നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത്? നമ്മൾ എന്താണ് നമ്മൾ ചെയ്തു? ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമൻ ആരാണെന്നറിയോ? ദീർഘായുസ് കിട്ടിയവനാണ്. ഏറ്റവും ഉത്തമം. അവന്റെ സൽക്രമങ്ങൾ, ആ ആയുസ് കൊണ്ട് അവൻ എന്ത് വേണം? സൽക്രമങ്ങൾ ചെയ്താണ്. അവനാണ് ഏറ്റവും വലിയ ഭാഗ്യവാൻ. തങ്ങൾ പറഞ്ഞു, വന്ന അമലിൽ മദീനക്കാരായിരുന്നു. എന്ത്? കാനു ഇതാ 40 വയസ്സായ മദീനക്കാർക്ക് എന്തായിരുന്നു? അവർ ആരാധനയ്ക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചിരുന്നു. വെറും ആരാധന. അപ്പോൾ നമുക്ക് 40, 45, 50 ഒക്കെ ആയി നമ്മൾ എന്താണ് ചെയ്തത്? നിങ്ങൾ ചിന്തിക്കുക. 60 വയസ്സായ ജീവിച്ച ഒരു മനുഷ്യനെ സംബന്ധിച്ച് മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു കവിതയുണ്ട് കേട്ടോ. അതും കൂടി ചൊല്ലി ഒന്നാമത്തെ അവസാനിപ്പിക്കാം. അലി റളിയല്ലാഹു അൻഹു പറയാണ്, ഇദാ ആശൽ ഫത സിത്തീനാമൻ നിസ്ഫുൽ ഉംരി യംനഖഉൽ ലയാലി നിസ്ഫുൻ നിസ്ഫി യദ്ഹബു ലൈസ യദ്രി ബിഅഫ്രതിഹി യമീനം അൻ ശിമാലി നിസ്ഫുൻ നിസ്ഫി യദ്ഹബു ലൈസ യദ്രി بعفرته يمينا عن شمالي ثلث النصف آمال وحرص شغل بالمقاصد والعيال وباقي العمر أسقام وشيب وهم بارتحال وانتقال. അപ്പോ ഒരു മനുഷ്യന് അള്ളാഹു ആയുസ് നൽകിയത് 60 വയസ്സ് വരെയാണെങ്കിൽ അവൻ 60 വയസ്സ് വരെ ജീവിച്ചാൽ 60 ആമൻ 60 വയസ്സ് വരെ ജീവിച്ചാൽ 60ന്റെ 30 എന്തിനു വേണ്ടി ചെലവഴിച്ചു? ഉറക്കത്തിന് വേണ്ടി പോയി. 30 കൊല്ലം നമ്മൾ ഉറങ്ങി. 60 വയസ്സിൽ 8 മണിക്കൂർ നിർബന്ധമായി ഉറങ്ങണ്ടേ? 30 കൊല്ലം ഉറക്കത്തിന് പോയി കേട്ടോ. പിന്നെന്താണ്? 30-ലെ 15 അവൻ അറിയാതെ അവനിൽ നിന്ന് നഷ്ടപ്പെട്ടു. മുന്നോട്ടും പിന്നോട്ടും നോക്കാതെ ശ്രദ്ധയില്ലാത്ത അവൻ യുവത്വത്തിന് വേണ്ടി ചെലവഴിച്ചു. ഇനി എന്താണത്? ആമാലും ബഹിറുസും, ബാക്കിയുള്ളതിലെ 3 ആമാലും ബഹിറുസും, രോഗങ്ങൾ, ആഗ്രഹങ്ങളും അത്യാഗ്രഹങ്ങൾക്ക് വേണ്ടി പോയി. സമ്പാദിക്കുവാനും മക്കളെ പോറ്റുവാനും വേണ്ടി ചെലവഴിച്ചു. 30 കൊല്ലം ഉറക്കമായി പോയി. 30-ലെ 15 യുവത്വത്തിന് പോയി. എന്തും ചെയ്യുവാനും പറയുവാനും മടിയില്ലാത്തൊരു കാലമാണ് യുവത്വം. കണ്ട യുവാക്കൾ ആ ഫ്ലക്സുകളൊക്കെ വെച്ചിട്ട് എന്താണ് അവരൊക്കെ ആവേശം, എന്താണ് അവരുടെ ഓരോന്നിനുമുള്ള താല്പര്യം? അത് യുവത്വത്തിന്റെ സമയമാണ്. ആ യുവത്വം നമ്മൾ എന്തിനു വേണ്ടി ചെലവഴിക്കണം? ഇതിനു വേണ്ടി ചെലവഴിക്കണം. നാളെ മത്സരം ചെല്ലുന്ന സമയത്ത് അരിഷ്ണി നിഴലിട്ട് കൊടുക്കുന്ന 7 കൂട്ടരിൽ 1 കൂട്ടരിൽ ഷാഫുൻ അല്ലെങ്കിൽ നിഷഫ് ഈ ഭാഗത്തില്ല. അള്ളാഹുവിന്റെ ഈ ഭാഗത്തെടുത്ത് വളർന്നവർക്ക് അർഷനിൽ കിട്ടും കേട്ടോ. അപ്പൊ നമ്മളെ യുവത്വം നമ്മളിൽ നിന്ന് അറിയാതെ പോക്കറ്റടിച്ച് പോയി എന്നാ പറയുന്നത്. 15-30 ഉറക്കമായി, അതിലെ 15 യുവത്വത്തിലും പോയി ബാക്കിയുള്ള എന്തിനാണ്? മക്കളെ പോറ്റാൻ വേണ്ടി, സമ്പാദിക്കാൻ വേണ്ടി, ജോലി ചെയ്യാൻ വേണ്ടി പോയി. പിന്നെ ബാക്കിൽ ഉംറ്, അവസാനമുള്ള ബാക്കിയുള്ള ആയുസുകള്
ബാക്കിയുള്ള അസ്കാമും ഷെയ്ബ്, രോഗങ്ങളും തലക്കെ നരച്ചു, പലവിധ രോഗങ്ങൾ കഴിവപ്പെട്ടു. പള്ളിയിൽ പോകാനോ നിസ്കരിക്കുവാനോ നോമ്പ് പിടിക്കുവാനോ ഒന്നിനും ആരോഗ്യം സമ്മതിക്കാതെ അവസാനം നമ്മളെ വീട്ടിൽ ഒതുങ്ങിയിരിക്കുകയാണ്. അപ്പൊ 60 വയസ്സ് വരെ ആയുസ് തന്ന ഇത്തരത്തിലാണ് ചിത്രീകരിക്കുന്നത്. നമ്മൾ ഓരോ നിമിഷങ്ങളും സെക്കൻഡുകളും വിലപ്പെട്ടതാണ്. പറഞ്ഞ കാര്യങ്ങൾ, കൽപ്പിച്ച കാര്യങ്ങൾ തക്ക സമയത്ത് ഇബാദത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. തങ്ങൾ പറഞ്ഞു, ഓരോ നമസ്കരിക്കുമ്പോഴും ഇതിന്റെ അവസാനമാണ്. ഓരോ ജുമാ പങ്കെടുക്കുമ്പോഴും ഒരു പക്ഷേ ഇതൊക്കെ നമ്മുടെ അവസാനമായി. അല്ലാഹു തആല നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുക. അല്ലാഹു തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സഹോദരന്മാരെ, സമയം വളരെ കുറവായതുകൊണ്ട് മുഹറം 10 വളരെ പവിത്രമായ ഒരു ദിവസമാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരായ എല്ലാവരെയും അള്ളാഹു തആല പരീക്ഷണത്തിന് വിധേയമാക്കിയിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെട്ട പ്രവാചകൻ അയ്യൂബിന്, അതുപോലെ തന്നെ ആദൈവങ്ങൾ നേരിടേണ്ടി വന്ന പ്രവാചകന്മാരുണ്ട്. ഇബ്രാഹിം നബിയും മൂസാ നബിയും, അങ്ങനെ പല പ്രവാചകന്മാരെയും അള്ളാഹു തആല പരീക്ഷിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിൽ ചെന്നപ്പോൾ ഒരു മുഹറം 10 വന്നപ്പോൾ യഹൂദന്മാരൊക്കെ നോമ്പനുഷ്ഠിക്കുന്നത് കണ്ടു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, എന്താണ് നിങ്ങൾ നോമ്പനുഷ്ഠിക്കുന്നത് ചോദിച്ചപ്പോൾ, ഞങ്ങളുടെ പ്രവാചകനെ ശത്രുവിൽ രക്ഷപ്പെടുത്തിയ ദിവസമാണ് മുഹറം 10. എന്താണ്? ഞാനാണ് നിങ്ങൾ എല്ലാവരുടെയും ദൈവം എന്ന് പറയുകയും അത് പ്രചരിപ്പിക്കുകയും അത് വിശ്വസിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ആ ദൈവം ഫിർഔനോടാണ് മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റുമുട്ടേണ്ടി വന്നത്. അതേപോലെ തന്നെ ഇബ്രാഹിം നബി നമ്രൂദിനോട് ഏറ്റുമുട്ടേണ്ടി വന്നത്. ഈ സമയത്ത് എല്ലാം വിട്ടഴിഞ്ഞ് പോകാണ്. ആ സമയത്താണ് ഫിർഔനെ പട്ടാളക്കാരും മൂസാ നബിയെ അനുഗമിക്കുന്നു. മുന്നിൽ ചെങ്കടലാണ്, പിന്നിൽ ഫിർഔന്റെ പട്ടാളമാണ്, യാതൊരു രക്ഷയുമില്ല. ഈ സമയത്ത് എന്റെ കൂടെ ഉള്ളവർ പറഞ്ഞു, ഈ രണ്ട് മുഖാമുഖം നിൽക്കുകയാണ്. പിന്നിൽ ശത്രുക്കൾ, മുന്നിൽ കടൽ മാത്രമാണ്. കടലിന്റെ അപ്പുറം കടക്കണം രക്ഷപ്പെടണമെങ്കിൽ, അല്ലെങ്കിൽ ഫിർഔന്റെ പിടുത്തത്തിൽ പെടും. തന്റെ കൂട്ടുകാർ സഹാബികൾ പറഞ്ഞു, കാല അസ്ഹാബു മൂസ ഇന്നാലൂൻ, യാ മൂസ, നമ്മൾ പിടിക്കപ്പെട്ടു, നമ്മളെല്ലാം പിടിക്കുന്നു. ഫിർഔൻ സൈന്യം എത്തിക്കഴിഞ്ഞു. അപ്പോൾ മൂസാ നബി പറഞ്ഞു, പേടിക്കണ്ട, അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്, അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തും. അങ്ങനെ മൂസാനബിക്ക് അള്ളാഹു തആല വഴി നൽകി. മൂസാനബിയുടെ കയ്യിൽ ഒരു വടിയെപ്പോഴുണ്ടായി. ആ വടി കൊണ്ട് ആ കടലിൽ അടിക്കാൻ പറഞ്ഞു. കടൽ പിളർന്നു, കടലിന്റെ അക്കരയ്ക്ക് അവർ കടന്നു. ശത്രുക്കളെ ശിക്ഷിച്ചു മുക്കിക്കൊന്നു. ആ ദിവസം മുഹറം 10 എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചിരുന്നു. ഈ സംഭവം യൂതന്മാർ തങ്ങളോട് പറഞ്ഞു, അത് ഖുർആനിലൂടെ പഠിപ്പിച്ചു. ആ ദിവസത്തിന് ഞങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ മുഹറം 10 നോമ്പ് നോക്കും. അയ്യൂബ് നബിക്കും അതുപോലെ ഇബ്രാഹിം നബിക്കൊക്കെ അയ്യൂബിയുടെ രോഗമോക്ഷവും ഇബ്രാഹിം നബിയുടെ അഗ്നി തീയിൽ രക്ഷപ്പെട്ടതും ഒരുപാട് പ്രവാചകന്മാർ ചരിത്രങ്ങൾ. അവർക്കൊക്കെ എല്ലാ നിലക്കും മുസ്ലിം സമുദായത്തിന്റെ ചരിത്രത്തിൽ നന്മയുടെ, രക്ഷയുടെ, വിജയത്തിന്റെ സുദിനങ്ങൾ ഉണ്ടായ ഒരു ദിവസമാണ് മുഹറം 10. കേരളമെന്ന് പറയട്ടെ, നമ്മുടെ വിഭാഗത്തിൽപ്പെട്ട ഒരു വിഭാഗം ആൾക്കാർ മുഹറം 1 മുതൽ 10 വരെ നെഹസ എന്ന് പറയുന്ന ഒരു വിധി കൽപ്പിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിനൊക്കെ തന്നെ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമദാൻ മാസം മദീനത്ത് വന്നതിന് ശേഷമാണ് നോമ്പ് നിർബന്ധമാക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നോമ്പ് അനുഷ്ഠിച്ചിരുന്നു പറയുന്നു ചരിത്രത്തിൽ. അപ്പോൾ ഇത് നിങ്ങളെക്കാൾ മൂസയോട് അടുത്ത ഒരു തങ്ങളാണെന്ന് പറയുകയും അങ്ങനെ ആ നോമ്പ് അനുഷ്ഠിക്കാൻ മുഹറം 10 നോമ്പ് അനുഷ്ഠിക്കാൻ കൽപ്പിക്കുകയും തങ്ങൾ പറഞ്ഞു, റമദാൻ മാസം കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ മാസം ഷഹ്റുല്ലാഹി മുഹറം, മുഹറം മാസത്തിലെ 10ാമത്തെ ദിവസം മുഹറം 10 സുന്നത്ത് നോമ്പ് നോൽക്കലാണ്. പറഞ്ഞു, അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ 9 കൂടി നോൽക്കും. യൂതന്മാരെ പിന്തുടരുന്നതിന് എതിരായിട്ട് 9ഉം 10ഉം നോമ്പ് നോൽക്കൽ ശക്തമായ സുന്നത്താണ്. റമദാൻ നോമ്പ് കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പാണ്. ആ നോമ്പ് എല്ലാവരും വീഴ്ചയില്ലാതെ അനുഷ്ഠിക്കണം. വലിയതായ പുണ്യമുള്ള ഒരു കാര്യമാണ്.
നമ്മുടെ ഒരു കൊല്ലത്തെ കഴിഞ്ഞു പോയത് വരാൻ പോകുന്നതുമായ എന്തെങ്കിലും പാകപ്പെട്ട തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു പുറത്തു തരും. ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തുമാറാവട്ടെ. മരിക്കുകയാണ് മാതാപിതാക്കളും മറ്റ് കുടുംബാദികൾക്കും അള്ളാഹു ഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാവരുടെയും പാവങ്ങൾ അള്ളാഹു താല പുറത്തു തരുമാറാവട്ടെ. നമ്മൾ ചെയ്യ ആശ്രയത്തോടു കൂടി ദീർഘായുസ്സും അള്ളാഹു നൽകുമാറാവട്ടെ. നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയിലും അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. രോഗങ്ങളെ തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. രോഗമുള്ളവർക്ക് അള്ളാഹു തർശീവ് നൽകുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والاحياء منهم والاموات. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين واهل الكفرة والظالمين. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة